ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെയിൽ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഉച്ച സമയത്ത് ഇറങ്ങുന്നു. ഒരു 11:30 ആയിട്ടുള്ളൂ. ഞാനൊരു 12 മണിക്ക് മുന്നേ എത്താമെന്നാണ് പറഞ്ഞത്. ഒരു സീ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്. ന്യൂ മുബാറക്ക് എന്നാണ് പേര്. പ്രസ് റോഡിൻ്റെ ആ ഭാഗത്താണ്. അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്താം. നല്ല തിരക്കുള്ള കടയാണ്, അപ്പോൾ അധികം തിരക്കാകുന്നതിന് മുമ്പേ എത്തും. തിരക്ക് പിടിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലുള്ള റോഡാട്ടോ ന്യൂ മുബാറക്ക്. നടന്ന് പോകാം. ഇതൊരു ഇട റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ സൈഡിൽ നിന്നും വേണമെങ്കിൽ കയറാം, ഈ സൈഡിൽ നിന്നും കയറാം. രണ്ട് സൈഡിലും പ്രധാന റോഡാണ്. ഇത് നോക്കിയാൽ നല്ലൊരു ഇടവഴിയല്ലേ, രസമുണ്ട്. ഇത് ആ കാണുന്നതാണ് ബിൽഡിങ് വലുതാണ്. വഴി ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടുന്ന് ഈ മീനിൻ്റെയൊക്കെ മണമുണ്ട്. ഉച്ച സമയമാണ്, ഊണ് സമയം, ഇലയിലെ ഊണാണ്. അപ്പോൾ നമ്മുടെ ന്യൂ മുബാറക്കിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഓണർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയട്ടെ, ശ്രീ മുഹമ്മദ് നിസാർ. ഞങ്ങൾ കുറേ കാലമായിട്ടുള്ള പരിചയമാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് വരണമെന്ന്. പിന്നെ അടുത്ത് ഓക്കെ, ഈ ഇടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ നേരത്തെ കഴിക്കുന്നതിൻ്റെ? നേരത്തെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ 7 മണിക്ക് രാവിലെ കഴിയും. ഓക്കെ, അതുപോലെ 12 മണിയാകുമ്പോൾ തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ റെഡിയായ ഉടനെ തന്നെ ഇന്നലെയും ടേസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ 2 പാർസൽ പോയപ്പോൾ അവിയലിന്റെ ഉപ്പ് കുറവ് കൂടുതൽ നമ്മളറിയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സാധനവും എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് അത്രേ ഉള്ളൂ. എല്ലാം ഉറപ്പിക്കുന്നു, എന്നിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ സ്വിഗ്ഗി ഒക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക്? ഓണാവും. ഓക്കെ, സ്വിഗ്ഗി സൊമാറ്റോ ഓണാവും. നല്ല റീച്ചാണ്. ഓക്കെ, ഇവിടെ മെയിൻ ഐറ്റം സീ ഫുഡ് തന്നെയല്ലേ? ഉച്ചയ്ക്കുള്ള ഊണാണ് പ്രധാനം. ഊണോടുകൂടി ഞങ്ങൾ ക്ലോസ് ചെയ്യണം. ആണ്. എത്ര മണിക്ക് അപ്പൊ തുടങ്ങുന്നത്? 12 മണിക്ക് ലൈവ് ആകും. 11:45 മുതൽ ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കും. ഒരു 12 ആകുമ്പോൾ ആളുകൾ എത്തും. ഇവിടെ ഭയങ്കര തിരക്ക് തുടങ്ങും. പിന്നെ തീരുന്നത് ഏകദേശം ഒരു 3:30 മണി വരെ എന്തായാലും തിരക്കാണ്. പിന്നെ ഒറ്റപ്പെട്ട എല്ലാവരും കൂടെ ഒരു 4 മണി വരെ ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. അപ്പൊ സെക്രട്ടേറിയറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരെ വിളിച്ച് പറയും. അങ്ങനെ 5 ഊണ് 3 ഊണൊക്കെ മാറ്റി വരും. അങ്ങനെ എല്ലാം കൂടെ 4 മണി മാക്സിമം 4:15 ആകുമ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ഭക്ഷണം സ്റ്റാഫുകൾ കഴിച്ചതിന് ശേഷം, രണ്ടാമത് കഴിച്ചതിന് ശേഷം. ഓക്കെ, അപ്പൊ രാത്രിയില്ല. കാരണം എന്താ പറയാ, രാത്രി ഇത് വെക്കാൻ പറ്റൂല. കാരണം ഒന്നാമത് ഞാൻ ഈ ഫുഡിനെ 25 വർഷമായി ഈ സ്ഥലം വാങ്ങി. 25 വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് പോകേണ്ട കാരണം ഈ ഉച്ചയ്ക്കുള്ള ഫുഡിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് രാവിലത്തെ നാസ്ത ഒഴിവാക്കിയത്. പിന്നെ ഇത്രയും മീൻ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് വരുമ്പോൾ കാണാം ബാഡ് സ്മെൽ ഉണ്ടാവും. ഡ്രൈ ആവാൻ ടൈം കിട്ടൂല. അപ്പൊ ഡ്രൈ ആവാനുള്ള ടൈമാണ് നമ്മൾ 5 മണിക്ക് വൈകുന്നേരം. പിന്നെ സെക്രട്ടേറിയറ്റ് ഒഴിഞ്ഞ പിന്നെ ആളും കുറവായി. മനസ്സിലായി. ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ്, അത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആണ് ഉച്ചയ്ക്കത്തെ ലഞ്ച്. 25 വർഷമായ സാധനമാണ് ഈ ബിൽഡിംഗ് തന്നെ. 23 വർഷം കഴിഞ്ഞു. ഈ മാർബിൾ ആയിരുന്നാലും ഇതെല്ലാം ഹൈജീനിക് ആയിട്ട് പോണത് മണം ഇല്ല. ഒരു ഫിഷിന്റെ ഒരു നല്ല വറുക്കുന്ന മണം കിട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ, അത്രേ ഉള്ളൂ. മോശമല്ല, നല്ല മണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങൾ, അതായത് മീനൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് രാവിലെ പോകുന്നുണ്ടല്ലേ, നേരിട്ട് പോയാണ് പർച്ചേസും ചെയ്യുന്നത് ഫ്രഷ് ആയിട്ട്. അതാണ് വിജയം. മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ആരെങ്കിലും ഏൽപ്പിച്ചാലൊന്നും അങ്ങനെ പറ്റില്ല. അത് എത്ര ഏൽപ്പിച്ചാലും കുറച്ച് ദിവസത്തേക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഒരു ദിവസം അത്യാവശ്യത്തിന് നമ്മൾ വിളിച്ചു പറഞ്ഞു, അല്ലാതെ പറ്റില്ല. ശരിയാണ്. നമ്മൾ തന്നെ ഒരു ബിസിനസ് നടത്താൻ നമ്മൾ നേരിട്ട് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മീൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഫ്രഷ് ആയിട്ട്. ഞാനിപ്പോ ഈ വെള്ളമായിട്ടുള്ള നിൽക്കുന്ന കാണുമ്പോ എനിക്ക് ഇതിന്റെ മുകളിൽ റൂമുണ്ട്. ഞാൻ വന്നത് മറ്റേ ബർമുഡായിട്ടാണ് വന്നത്. കാരണം അവിടെ കയറിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് നിൽക്കുമ്പോ ഉണ്ണാൻ വരുന്നവർ കാണുമ്പോഴാണ് ഇതൊക്കെ നല്ലൊരു ഈസിയാണ് തോന്നും. ഇതിന്റെ പിന്നിലെ അധ്വാനം ആരും അറിയുന്നില്ല. അതാണ് സത്യമാണ്. രാവിലെ 4:30 എഴുന്നേറ്റല്ലേ മാർക്കറ്റിൽ പോകാൻ പറ്റും. അതായത് ഇവിടെ മറ്റേ എവിടെ വിഴിഞ്ഞത്തൊക്കെ പോവും അല്ലേ? ശരിക്കും ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഏത് മാർക്കറ്റിലുള്ളവരും
എവിടെ സാധനം ഇറങ്ങിയാലും വിളിച്ചു പറയും. ഓക്കെ, ഉണ്ടെന്ന് പറയും സ്പെഷ്യല്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെടുക്കാന്ന് പറയും. അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഉറക്കം കഴിച്ചിരുന്നാലേ പറ്റുള്ളൂ. അതെ, കറക്റ്റ്. ഉറക്കമൊക്കെ അപ്പൊ അത്രേ ഉള്ളൂ. അതായത് അത്രയും ഡെഡിക്കേഷൻ വേണം ഒരു നല്ല ബിസിനസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിലനിർത്തണമെങ്കിൽ. തുടക്കത്തിൽ എല്ലാവർക്കും വലിയ ആവേശത്തിൽ ചെയ്യാം. പിന്നെ ഒരു 25 വർഷം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ്. അതെ, 25 വർഷം. പ്രത്യേകിച്ച് പറഞ്ഞ കാർ അവിടെ ഇട്ടിട്ട് നടന്നാണ് കയറേണ്ടത്. എന്നിട്ട് പോലും ഇവിടത്തെ തിരക്ക് ഭയങ്കര. ഞാൻ സ്റ്റാഫുകളെ പറയണത് അതുകൊണ്ടാണ്, നമുക്ക് ദൈവത്തിനെ പോലെയാണ് സ്റ്റാഫ് കസ്റ്റമറിനെ കാണുന്നത്. കാരണം അവർക്കൊരു വിഷമം ഉണ്ടാകരുത്. ഇനി അഥവാ എന്തുണ്ടെങ്കിലും ഉടനെ വിളിക്കുകയും ചെയ്യും. മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ടെങ്കിലും പറയും. പിന്നെ അല്പം ഞാൻ സർവീസിൽ ലേറ്റ് ആയാലും ക്വാളിറ്റി ഓഫ് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യും അത്യാവശ്യം, അത്ര നന്നായിട്ട്. പിന്നെ ഇവിടെ എല്ലാം ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ് എങ്ങനെയാണ് സാറിന്? ഊണ് എങ്ങനെയാണ്? ഫിഷ് ഊണിന് 100 രൂപ ഇവിടെ വന്ന് കഴിക്കാം. അതായത് അതിൽ കറികളും മീനും, ഗ്രേവി അടക്കം. അല്ല, മീൻ കറിയല്ല, ഗ്രേവി, ചെറിയൊരു കോരി എടുക്കാനുണ്ടാവും. ഓക്കെ, എല്ലാം കൂടി 100 റുപ്പീസേ ഉള്ളൂ. പിന്നെ സ്പെഷ്യലാണ് ഒരു സാമ്പാറൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്ന പോലെ മീൻചാറ് വിത്ത് കുറെ കഷ്ണങ്ങൾ കൊടുക്കുകയാണ്. അൺലിമിറ്റഡ് ആണ്. ഓ, വെരി ഗുഡ്. അത് ശരി. ഓക്കെ, അങ്ങനെ. പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കറിയോ ഫ്രൈയോ ഒക്കെ വേണമെങ്കിൽ വേറെ പറയാം. മിക്കവാറും എല്ലാ ദിവസവും ഇതിനകത്ത് ചില്ലറിന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് ഇന്ന് രാവിലെ പുരട്ടി വെച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു രീതി. എല്ലാം ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നു. എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പൊ ഇവിടെ 16 സീറ്റ് AC റൂം ഉണ്ട് അകത്ത്. ഓക്കെ, ഓക്കെ. ഇവിടെ 12 സീറ്റ് ഉണ്ട്. മുകളിൽ 14 സീറ്റ് AC ഉണ്ട്. ഓ, അത് ശരി. പിന്നെ ഒരു 20 സീറ്റ് ഉണ്ട്. അപ്പൊ ആവശ്യത്തിനൊരു എങ്ങനെ പോയാലും ഒരു 10-70 പേർക്ക് സുഖമായിട്ടിരിക്കാം, ഇരുന്നിരിക്കാം. പിന്നെ ഇഷ്ടംപോലെ ബസ്സിലും പോകുന്നുണ്ട്. ഇതാണ് ഒരു ലഞ്ച് ടൈം സിനാരിയോ. ഇവിടെ തിരക്കായിട്ടില്ല. ഞാൻ അതിന് മുമ്പ് ഓടി വന്നാണ്. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ കാണാനും പറയാനും പറ്റില്ലല്ലോ. ഇവിടെ എല്ലാം ഇന്ന് ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞ കുറെ മീനുകളുടെ ലിസ്റ്റ് അവിടെ കണ്ടു കയറി വന്നപ്പോ. ഹമൂർ അടക്കം ഉണ്ട്. നൈസ്. പുറത്തുള്ള അന്യ ജില്ലക്കാർ, അവർ യാത്രക്കാർ പണ്ട് മുതൽ കോളത്തൊക്കെ ഉള്ള ഉണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം വരുന്നത്, എൻ്റെ അമ്മയെ പറഞ്ഞാലും ശരി ഞാൻ കേട്ടു, ഇസ്ലാമിക്കായ പറയരുത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടം, ആ ഒരു വിശ്വാസം. ഇത്രയും യാത്ര ചെയ്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന ആ ക്വാളിറ്റി. അങ്ങനെ ഇപ്പോഴും നമ്മളതിൽ നല്ല കഷ്ടമുണ്ട്. സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ആൾക്കാർ വന്നു തുടങ്ങി. അത് അവിടെ പാർസൽ ഓൾറെഡി സ്റ്റാർട്ട്. ഞാനിന്ന് ആദ്യമായിട്ടല്ലേ വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാർ അവിടെ ഇട്ടു. അതാണെങ്കിൽ പാർക്കിംഗ് ഇല്ലാത്തൊരു ഏരിയയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിൽ അറിയാലോ. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടുള്ളൂ പറഞ്ഞു. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് നടന്നു. അപ്പോൾ ബോർഡ് അവിടെ നിന്ന് കാണാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ നിന്ന് ചെറിയൊരു ഇടവഴിയിലൂടെ കിടന്നു. പിന്നെ ഉള്ളത് വൃത്തിയാക്കി വയ്ക്കും. അതെ, ഇത് മത്തി ഫ്രൈക്ക് പുരട്ടി വെച്ചിരിക്കുന്നു. ഇത് കിളിമീനുണ്ട്, കരിമീനുണ്ട്, പരവ. ഓ, പരവ നല്ല ഫിഷാണ്. ചൂര. ഇതെന്താ? ഓ, മീൻമുട്ട ഉണ്ടോ? അടിപൊളി. ഞാൻ കുറെ നാളുകൊണ്ട് മീൻമുട്ട എവിടെ ചെന്നാലും അതെന്നെ അന്വേഷിച്ചാണ്. ഫ്രൈ അല്ല, ഇവിടെയാണ്. ഓക്കെ. ഓ, ഇത് അത് ശരി. ഇവിടെ ചൂടായിട്ട് ഇപ്പൊ ഉണ്ടാക്കി വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണ മങ്ങിയിരിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ അയല ഫ്രൈ, നെത്തോലി, കൊഞ്ച് ഫ്രൈ, നെത്തോലി, ചാള, മത്തി, ചൂര എല്ലാം ഇപ്പൊ ചൂടായിട്ട് ഈ കൗണ്ടറിലാണ് ചൂടായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ വന്നപ്പോഴേ മണം അടിച്ചു വരുമായിരുന്നു. ഓ, ഒരു റൗണ്ട് വറുത്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അടുത്തതായി. ഓ, മനസ്സിലായി. പ്യുവർ വെളിച്ചെണ്ണ. അത് കാണാനായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈവായിട്ട് കാണാം എല്ലാം. വറുത്തകത്ത് നല്ല കൊണ്ടുവരുന്നത്, പുറത്തു തന്നെ വറുത്ത് തരുന്നത്. ഇപ്പൊ സമയം കറക്റ്റ് 12 മണി. അതെ. ഓ, കാണത്തക്ക രീതിയിൽ. അത് തന്നെ, അത് ട്രാൻസ്പെറൻസിയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ വറുത്ത് കുറച്ച് ഇപ്പൊ വറുത്ത്. അതെ. ഇപ്പൊ ഓർഡർ വരുന്ന അനുസരിച്ച് വറുത്ത്. ഓക്കെ, മനസ്സിലായി. കണവത്തോരൻ, നെത്തോലി പീര, ഫിഷ് മസാല. ഇത് നെമ്മീനാ? അല്ല, ചൂര. ഓക്കെ. അപ്പുറത്തിരിക്കുന്നത് ചിക്കൻ ഉണ്ടോ ഇവിടെ? ചിക്കൻ മസാല ബിരിയാണിക്ക് വേണ്ടി. ഓ, ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, മാത്രം കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓ, അത് ശരി. അതിന്റെ കൂടെ അത് കൂടെ ഇതായിട്ട് ഗ്രേവിയും. ഒരു വർഷം കൊണ്ട്
ഈ കുട്ടികളൊക്കെ ഇപ്പൊ മാറി ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു മോൻ കാണാൻ ചെറുത് ബിരിയാണി ചോദിക്കും. അവൻ പറയും ചിക്കൻ ബിരിയാണി ഉണ്ടാവും. അതിനുവേണ്ടി മാത്രമാണല്ലേ? ഓ മനസ്സിലായി. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശയാണ്. അവരുടെ ഫാമിലി ഭയങ്കര വിഷമത്തിലാവും. ഒരു ആഗ്രഹിച്ച് ഇത്രയും നടന്നിവിടെ വന്നിട്ട് അതെ അതെ കിട്ടിയില്ലെങ്കിൽ അതെ അതെ സത്യം. അത് കൊഞ്ച് കറി, ഇത് കൊഞ്ച് റോസ്റ്റ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് എന്ത്? കണവ റോസ്റ്റ്, നെത്തോലി കണവത്തോരൻ, നെത്തോലി പീര, പിന്നെ ഇത് ഫിഷ് കറിയാണ്. ഫിഷ് കറി. ഓക്കെ, ഇത് ഫിഷ് കറിയാണ്. സ്പെഷ്യൽ കറി ഉണ്ട് പാർസൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഫിഷ് മസാലയുണ്ട്. ഫിഷ് മസാല ദേ അറ്റത്തിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഫിഷ് മസാല. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഓക്കെ പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ടുഡേ സ്പെഷ്യൽ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഹമൂർ, അയല, പരവ, കിളിമീൻ, കരിമീൻ, വട്ടക്കണ്ണി, പിന്നെ മീൻ മുട്ട, കൊഞ്ച് ഫ്രൈ, കൊഞ്ച് മസാല, കണവ മസാല, മത്തി ഫ്രൈ, കണവ തോരൻ, നെത്തോലി ഫ്രൈ, നെത്തോലി പീര, ചിക്കൻ, അത് പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണിയും വളരെ സ്പെഷ്യലായിട്ട് ചോദിക്കുന്നവർക്ക് മാത്രം, ചൂര ഫ്രൈ, ഫിഷ് മസാല. അപ്പോൾ ന്യൂ മുബാറക്കിലെ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഗംഭീരമാണ്. ഫുഡ് എക്സലൻ്റ് ആണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞത് 25 വർഷമായിട്ട് നല്ല രീതിയിൽ സ്ഥിരം കസ്റ്റമേഴ്സും അല്ലാതെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും. ഒരു പാർക്കിംഗ് ഇല്ല, ഒരു അങ്ങനെ ഒന്നും സൗകര്യം ഇല്ലെങ്കിൽ പോലും ഒരു ഇടവഴിയിലൂടെ നടന്നു വരണം, എങ്കിലും ആൾക്കാർ തേടി വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഇലയില ഊണാണ് സ്പെഷ്യൽ. മുതലാളി തന്നെ ഇലയൊക്കെ വെച്ചതാണ്. ഇത് മാങ്ങ, നാരങ്ങ, വെണ്ടയ്ക്ക കിച്ചടി. ഓക്കെ, ഇത് മിക്സ്ഡ് തോരനാണ്. ബീട്രൂട്ടും ക്യാരറ്റ്, അതാണ് മെയിൻ. ചമ്പാവരി ചോറാണ്, നല്ല മട്ടയരി, നല്ല വെന്തത്. ഇത് നമ്മുടെ മത്തി ഫ്രൈ, ചൂര ഫ്രൈ, നെത്തോലി, നമ്മുടെ കൊഴുവ ഫ്രൈ. ഓവർ മസാല കൊണ്ട് പൊതിഞ്ഞ് കുളമാക്കിയിട്ടില്ല. കറക്റ്റ് ആ മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കൊഞ്ച്, ഇത് വെളിച്ചെണ്ണയുടെ ഒരു മണം കിട്ടുന്ന രീതിയിൽ. ഇത് വയല ഫ്രൈ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ കപ്പയുണ്ടോ? വാവ്, അതാണ് മറ്റൊരു ഹൈലൈറ്റ്. നല്ല കുഴഞ്ഞ് കപ്പ ഉടച്ചത്. ഫിഷ് കറി അതിലേക്ക് ഒഴിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് തേങ്ങാപ്പാലാണോ തേങ്ങ അരച്ചതാണോ? തേങ്ങ അരച്ച കല്ലിൽ. ഓക്കെ, ഈ പഴയ അമ്മമാര് കമ്പിയിലരിങ്ങനെ പാൽ ഔട്ടാവും. മനസ്സിലായി, അരച്ച് മിക്സിയിൽ പാൽ ഔട്ടാവും. ഓ അങ്ങനെയാണല്ലേ? പിന്നെ ഗ്രൈൻഡ് ചെയ്തല്ലേ പോണത്. ഓ ശരിയാണ്, അരവില്ല. ഓ അതാണ് ആ ടേസ്റ്റ് വരാത്ത. കല്ലിൽ അരച്ച് കഴിക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പൊ ഗ്രൈൻഡർ ആകുമ്പോൾ ആ ഒരു ആടുമ്പോ ഓ മനസ്സിലായി. അപ്പഴത്തേക്കും അതിനകത്തുനിന്ന് പാലിറങ്ങി വരും. എല്ലാത്തിലും ഒരു സീക്രട്ട് ഉണ്ട്. ഓ സയൻസ് ആണത്. പ്രോൺസ് മസാല. വാവ്, ഫിഷ് മസാല. ഇനി എവിടെ വെക്കും? അമ്മമ്മോ. ഹമൂർ ഫ്രൈ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ഹമൂർ അങ്ങനത്തെ ഒക്കെ ഇത് 100 രൂപ, ഇത് 100 രൂപ. ഓക്കെ, ഇത് 120. ഓക്കെ, ഇത് 100. ഓക്കെ, ഇത് ചൂര ഫ്രൈ 120. ഇത് 200 രൂപ മസാല. ഇതൊക്കെ മസാല ഒക്കെ 200 രൂപ. ഇത് സൈസിനനുസരിച്ചാണ്. ഇപ്പൊ 2 എണ്ണം 200 രൂപ. മനസ്സിലായി. നെത്തോലി പീര 100. ഓക്കെ, കൊഞ്ച് 200. പിന്നെ ഈ ഹമൂർ അത് വെയിറ്റ് അനുസരിച്ചാണ്. ഇതിപ്പോ 3/4 കിലോ അല്ല, ഇതിപ്പം 900 ഗ്രാമാണ്. 1 കിലോ ഉണ്ട്. ഓ ഓക്കെ, 1 കിലോ മീനിന് ഉള്ള വില വാങ്ങും 850 രൂപ. എന്നാലും 4-5 പേർക്ക് കഴിക്കാമല്ലോ സുഖമായിട്ട്. അതുപോലെ തന്നെ പരവ. ഓക്കെ, പരവ ഈ സൈസാണ്. ഓക്കെ, ഓ സൈസ് അനുസരിച്ചിട്ടാണ്. ഈ കടയിലുള്ള ഏകദേശം എല്ലാ മീനും എൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഒരു കരിമീനും 1-2 എണ്ണേ വരാനുള്ളൂ. അപ്പോൾ തുടങ്ങാം അല്ലേ? ഓ ഗോഡ്, പഴുവാളി. കപ്പയും ഇവിടുത്തെ സ്പെഷ്യൽ. ഇത് വേണ്ട വേണ്ട വേണ്ട, അയ്യോ എല്ലാം കൂടി. എന്തോ കരിമീനും എത്തി. സ്ഥലമില്ലായിരുന്നു കൊടുക്കാൻ. ഓ രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഓരോന്നായിട്ട് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ്. കൊഞ്ച് അടിപൊളി. സ്പെഷ്യൽ മസാല മിക്സ് ആണ് അല്ലേ? ഈ മസാലയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ഇവരുടെ മാത്രം സ്വന്തം സ്പെഷ്യൽ മസാലയാണ്. പറഞ്ഞു തരില്ല ആർക്കും. ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങത്തൊന്നുമില്ല. ഇതിപ്പം ഞാൻ കണ്ടുപിടിക്കും. ഏകദേശം മനസ്സിലാവും.
ആരടുത്തും പറയില്ല. നന്നായിട്ടുണ്ട്. നൈസ് നൈസ് മസാല. എവിടെ നിന്ന് തുടങ്ങണം അറിയാതെ ഞാനിങ്ങനെ ആഹാ. ദിസ് ഇസ് കൊഞ്ച് എൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ട് എല്ലാം കൊഞ്ചിലേക്കാണ് ആദ്യം പോകുന്നത്. കൊഞ്ച് മസാല, നല്ല മസാല, ഗുഡ് ഗ്രേവി, അടിപൊളി. അതായത് എരിവൊന്നും ഒട്ടും കൂടുതലല്ല, ഓവർ എരിവ് എനിക്കിഷ്ടമല്ല. നമുക്ക് ആ വിഭവത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല ഓവർ ആയിട്ടങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്പൈസ് കൂടി ചെയ്യുമ്പോൾ അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കൊഴുവ ഫ്രൈ, ഇതെല്ലാം മസാലയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സീ ഫുഡ് കൊണ്ടിരിക്കുമ്പോൾ വെജിറ്റേറിയൻ കറികളെല്ലാം പാവം വിഷമത്തിലാണ്. എന്നാലും വെണ്ടയ്ക്ക കിച്ചടി, നാരങ്ങ തോരൻ, അവില്, വേറെ ഒന്നും കഴിക്കണ്ട, ഇതൊക്കെ തന്നെ ഒഴിച്ച് കഴിച്ചാൽ മതി. അടിപൊളി അടിപൊളി, ഭയങ്കര ടേസ്റ്റ്, ഗംഭീരം. ഇതൊന്നും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. പുളിശ്ശേരിയും ഇത്രയും മീനും മീനിൻ്റെ കാര്യങ്ങളും ചാറും ഒക്കെ വരുമ്പോഴേ മീൻ മുട്ട എന്തൊരു മണം അതിങ്ങോട്ട് വന്നപ്പോൾ തന്നെ. ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ടോ ഒരു രക്ഷയില്ല. ടു ഗുഡ്. ചൂടായിട്ട് അതേ കൊണ്ടുവന്നിരിക്കുന്നു. ഓ നല്ല ചൂടാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ഫ്രം ചട്ടി ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഓ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ചൂടോടെ എടുത്ത് കടിക്കുന്നത്. ഇത് ഏത് മീനിൻ്റെ മുട്ടയായിരിക്കും? നെമ്മീനോ? ആണല്ലേ. കട്ടിങ്ങിനകത്ത് വരുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുമല്ലോ. അപ്പം അവർ തല കട്ട് ചെയ്ത് കുടല് മാറ്റി കട്ട് ചെയ്യും, സ്ലൈസ് ചെയ്യും. അതിന് മുമ്പ് വരുന്നത് എല്ലാം മീൻ അപ്പോഴേ ലൈവായിട്ട് വരും. ഈ അടുത്ത് 2-3 കടയിൽ പോയി, അവിടെ എല്ലാം മീൻ മുട്ട ഉണ്ടെന്ന് വിചാരിച്ചു പോയ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ എവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മറന്നുപോയി അവസാനം മേടിക്കാൻ. ചിപ്പിയുടെ സീസൺ കഴിഞ്ഞു ഉണ്ടായിരുന്നു. ഓ നമ്മുടെ മത്തി ഫ്രൈ നല്ല സൈസുള്ള മത്തി കിട്ടിയല്ലേ? അതെ 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 തന്നെ പോകുന്നത്. വെളിച്ചെണ്ണയിലാണ്. പിന്നെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം, ഒരുപാട് ഓവർ മസാല ഇട്ട് കുളമാക്കാണ്ട് പാകത്തിനുള്ള എരിവും മസാലയും ആ ഫ്ലേവറും കൊടുത്തിട്ട് വെളിച്ചെണ്ണയും വറുത്തെടുക്കുമ്പോൾ അതിന് എന്തായാലും ഒരു സ്വാദം ഉണ്ടാവില്ല. ആ ഡെഫിനറ്റ്ലി ആ ഒരു ഫീൽ ഇവിടുത്തെ എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. അപ്പോൾ കഴിച്ച് തീർക്കാം. അങ്ങനെ ഒരു സൂപ്പർ ഊണെല്ലാം കഴിഞ്ഞിട്ട് വയറിനെ ഒന്ന് ശാന്തമാക്കാൻ തീരുമാനിച്ചു. ദാറ്റ് ഇസ് നല്ല തണുത്ത ലൈം ജ്യൂസ്. അദ്ദേഹം ഇവിടെ ഒരു സുലൈമാനിയാണെന്ന് തോന്നുന്നു കുടിച്ചോണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ 2 പേരുടെ ലഞ്ച് ടൈം ഏതാണ്ട് അടുത്തടുത്ത് വന്നു. ഇവിടെ ഇപ്പോൾ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഞാൻ അതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വെരി റിഫ്രഷിങ്, ഗംഭീര ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സെലക്ട് ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ടച്ച് ആദ്യ അവസാനമുണ്ട്. മീൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് തൊട്ട് ഇവിടുത്തെ മസാല ഉണ്ടാക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൂടെ കടന്നു പോകുന്നു. അതിൻ്റേതായ ഒരു മാറ്റം എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. ഓവർ സ്പൈസി അല്ല, കറക്റ്റാണ്. ആ മീനിൻ്റെ ആ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ, പിന്നെ കളറൊന്നും ചേർക്കാറില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ നന്മകൾ സൂക്ഷിക്കുന്നു അല്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ. ആ ഒരു മസ്റ്റാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല, പക്ഷേ ഈസ് ഡു ഇറ്റ്. നമ്മൾ കഴിക്കുന്ന സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, അങ്ങനെ ഈ ഫുഡിൽ ഞാനൊരു വിശ്വാസിയും കൂടെയാണ്. അതെ മനസ്സിലായി. ഞാൻ 2018 ഞാനും വൈഫും കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട്. എൻ്റെ മോളും ഉംറയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ദീനിയായ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നല്ല ഫുഡ് കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അതിഥികളെ നന്നായിട്ട് സ്വീകരിക്കുക. ഇതൊക്കെ നമ്മുടെ ഇതിലുള്ളതാണ്. അതിനെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കാനും പാടില്ലല്ലോ. വെറുതെ പൈസ ഉണ്ടാക്കി ചില ദിവസങ്ങളൊക്കെ ലോസ് ആയിരിക്കും. 800 രൂപയ്ക്ക് പഴം വാങ്ങി വിറ്റാൽ മുതലാവില്ല.
ഇന്ന് 1100 രൂപ മീനുണ്ട്. പക്ഷെ 2.5 കിലോ ഉള്ളൂ. ഒരു 3 കിലോയ്ക്ക് മുകളിലുള്ള റൗണ്ട് കട്ട് ചെയ്താൽ അപ്പൊ നഷ്ടങ്ങളുണ്ടാവും. കാര്യം മീനിന്റെ വില വേരി ചെയ്തുകൊണ്ടിരിക്കണം. സീസൺ ആണെങ്കിൽ ഓക്കെ, സീസൺ അല്ലാത്ത ഓഫ് സീസണിലും ഇതേപോലെ തന്നെ കൊടുക്കണമല്ലോ മത്സ്യം അന്വേഷിച്ച് വരുന്നവർക്ക്. അപ്പം റേറ്റ് വലുതായിട്ട് കൂട്ടാനും പറ്റില്ല. അതാണ് എന്തായാലും നന്മയുള്ള കച്ചവടം. എനിക്കത് ഇഷ്ടമായി. ഞാനിവിടെ വരാൻ വളരെ വൈകിപ്പോയി. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല വരാനായിട്ട്. പല പല കാര്യം കൊണ്ട് അങ്ങോട്ട് മോനവിടെ ഇല്ലേ, അതാണ് അങ്ങോട്ടും പോയി. അതാണ് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ യാത്രകളും കുറച്ച് കാലമായി ഇതുകൊണ്ട് നടക്കുന്നത്. പക്ഷെ മടുക്കുന്നില്ല. എന്താണെന്നറിയാം, പാഷൻ, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. അതാണ് പാഷൻ. അത് തന്നെ. എന്തായാലും മെനക്കെട്ട ഒരു 5 മണിയൊക്കെ ആകത്തുള്ള 4 മണിക്ക് ഞാൻ പോകും. രാവിലെ എത്തുന്നതാണ്. രാവിലെ വെളുപ്പിനെ വരും. മാർക്കറ്റിൽ പ്രൊഡക്ഷനുള്ള എല്ലാ സാധനം സെറ്റ് ഞാൻ പോകും. പിന്നെ ഒരു 11:30 മണിക്ക് വരും. വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ഇതിന്റെ റണ്ണിങ് എല്ലാം കണ്ടിട്ട് 4 മണിയാകുമ്പോൾ തിരിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ ഡെയിലി ഇത് അവധി ഉണ്ടോ അവിടെ? ഞായറാഴ്ച അവധിയുണ്ട്. ഓക്കെ. സൺഡേ മാത്രം ഹോളിഡേ, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് 25 years ആയിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ മടുപ്പില്ല. ഇത് തന്നെ റൊട്ടീൻ. അതാണ് പറയുന്നത്, നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഡ്രൈവാണ്. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോടൊരു മടുപ്പുണ്ടാവില്ല. പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് മടുത്തു പോകും. ഇപ്പോൾ ഒരു ജോലിക്ക് കയറിയാലും ഒരു ഉദ്യോഗസ്ഥരായാലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് അത് കളഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിൽ 25 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10-18 വർഷമായപ്പോൾ തന്നെ കുറെ ആളുകൾ റിട്ടയർമെന്റ് ആയി. ഈ കപ്പയും മീനും കഴിക്കുന്ന ആളുകളൊക്കെ പോയി സെക്രട്ടേറിയറ്റ് ഇതൊക്കെ സ്ഥലം വിട്ടു. ഇപ്പൊ വരുന്ന കൊച്ചു പയ്യന്മാര് അവർക്ക് മറ്റേ കുഴിമന്തിയും അതൊക്കെ വേണം. ഷവായി ഷവർമ്മയൊക്കെ പോയപ്പോ പിന്നെ ആളുടെ കുറവുണ്ട്. പിന്നെ ഓൺലൈൻ സംവിധാനം വന്നല്ലോ സെക്രട്ടേറിയറ്റ്. മൊത്തത്തിൽ ആൾക്ക് ഇവിടെ വരണ്ട, അവിടെ ഇരിക്കുന്നിടത്ത് എത്തും. ഓക്കെ ഓക്കെ, ശരി, നടക്കും. ഓക്കെ, അപ്പോൾ ഇറങ്ങുന്നു. ഇത് ഇടവഴി. അതാണ് ഇടവഴിയാണ് അതിൻ്റെ ഒരു ഭംഗി. ഇടവഴിയിലൂടെ നടന്നു വരുന്നതൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമാണ്. എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പോകുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ലഞ്ചെല്ലാം കഴിഞ്ഞ് ഗംഭീരം. ന്യൂ മുബാറക്ക്. ഇത് എനിക്ക് തോന്നില്ല ഒരുപാട് ഇവിടെ അങ്ങനെ ബ്ലോഗേഴ്സൊന്നും വന്ന് വീഡിയോസൊന്നും എടുത്തിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി അവർക്ക് ആവശ്യമില്ല, അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇവിടെ വരണം, നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് ഐ വോണ്ട് ടു ടേക്ക് എ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ചെയ്തതല്ല, ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്. എനിക്ക് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ